മുമ്പിൽ വിശുദ്ധ ഫൗസ്റ്റീൻ ഇരിക്കുമ്പോൾ ഈശോ ക്രൂശിതനായ ഈശോ കുരിശും വഹിച്ച് മുൾക്കിരീടം തലയിൽ വെച്ച് ശരീരം മുഴുവൻ രക്തത്തിൽ കുതിരുന്ന അവസ്ഥയിലുള്ള കുരിശ് ചുമക്കുന്ന ഈശോ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് വിശുദ്ധ ഫൗസ്റ്റീനോട് പറഞ്ഞു, വളരെ കുറച്ച് ആളുകൾ മാത്രമേ സ്നേഹത്തോടെ എൻ്റെ പീഡാനുഭവങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. നമ്മൾ നടത്തുന്ന കുരിശിന്റെ വഴികളൊക്കെ കടമ കഴിക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ടാകാം, പള്ളിയിൽ പോയി എല്ലാവരും കൂടെ ചെയ്യുമ്പോൾ കൂട്ടത്തിൽ നിൽക്കുന്നുണ്ടാകാം, പലതും ഉണ്ടാകാം. ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞു, വളരെ കുറച്ച് ആളുകൾ മാത്രമേ എൻ്റെ പീഡാസഹനങ്ങൾ, ഞാൻ മനുഷ്യകുലത്തിന് വേണ്ടി വഹിച്ച ഈ കുരിശുമരണത്തെക്കുറിച്ചും പീഡാസഹനത്തെക്കുറിച്ചും സ്നേഹവായ്പോടെ ചിന്തിക്കുന്നുള്ളൂ. എൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് സ്നേഹവായ്പോടെ ചിന്തിക്കുന്നവരുടെ മേൽ ഞാൻ ഉന്നതമായ കൃപകൾ വർഷിക്കുമെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് ഈശോ വെളിപ്പെടുത്തിയതാണ്. വിശുദ്ധ ഫൗസ്റ്റീന വീണ്ടും മറ്റൊരു അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, വിശുദ്ധ കുർബാന സ്വീകരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈശോ വീണ്ടും ഫൗസ്റ്റീനയ്ക്ക് ഒരു വെളിപ്പെടുത്തൽ കൊടുത്തു. ഫൗസ്റ്റീന ഡയറി 369 പാരഗ്രാഫിൽ നമുക്കത് വായിക്കാൻ പറ്റും. ഫൗസ്റ്റീന ഡയറി 369. അവിടെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന രക്തമൊലിപ്പിക്കുന്ന വിധമുള്ള ചാട്ടവാർ അടികളെക്കാൾ വൈശിഷ്ട്യം എൻ്റെ പീഡാസഹനത്തെ കുറിച്ച് 1 മണിക്കൂർ ധ്യാനിക്കുന്നതിനുണ്ട് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ ധ്യാനം കൂടി ഒരാൾ കർത്താവിൻ്റെ സ്നേഹത്തിലും കൃപയിലും വളരാൻ ആഗ്രഹിച്ച് നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പോയി നിങ്ങൾ ഒരു തീരുമാനം എടുത്തു, നിങ്ങളെ തന്നെ പരിത്യാഗ പ്രവൃത്തികളും പ്രായശ്ചിത്ത പ്രവൃത്തികളും കൊണ്ട് ബലപ്പെടുത്താൻ. അങ്ങനെ നിങ്ങൾ പരിത്യാഗ പ്രവൃത്തികളും പ്രായശ്ചിത്ത പ്രവൃത്തി അനുഷ്ഠിക്കാൻ തുടങ്ങി. നിങ്ങൾ ചാട്ടവാർ അടിക്കാനും നിങ്ങൾ ഉപവാസം എടുക്കാനും തുടങ്ങി. ഈശോ പറയാണ്, 1 വർഷം മുഴുവനും നിങ്ങൾ ചാട്ടവാറ് കൊണ്ട് അടിച്ച്, നിങ്ങൾ ശരീരത്തിൽ ചോര ഒഴുകുന്ന വിധം ചാട്ടവാറ് കൊണ്ട് അടിച്ച് അങ്ങനെയുള്ള പ്രായശ്ചിത്ത പ്രവൃത്തികൾ അനുഷ്ഠിച്ച് ദൈവസന്നിധിയിൽ നിങ്ങൾ ആത്മീയ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. അതിന് കൃപ കിട്ടും, പ്രായശ്ചിത്തത്തിനും പരിഹാരത്തിനും അതിന് വിലയുണ്ട്. എന്നിട്ട് കർത്താവ് പറയാണ്, എന്നാൽ അതിനേക്കാൾ കൂടുതൽ വൈശിഷ്ട്യം, അതിനേക്കാൾ കൂടുതൽ ദൈവകൃപ ലോകത്തിലേക്ക് വർഷിക്കപ്പെടുന്ന മറ്റൊരു പ്രാർത്ഥനാ രീതിയുണ്ട്. അതാണ് എൻ്റെ പീഡാസഹനത്തെ കുറിച്ച് 1 മണിക്കൂർ നീ ധ്യാനിച്ചാൽ അതിനേക്കാൾ കൂടുതൽ കൃപകൾ വർഷിക്കപ്പെടും.